തിരുവനന്തപുരത്ത് അതേസമയം ഇഞ്ചോടിഞ്ചാണ് കോർപ്പറേഷനിൽ സംഭവിച്ചത്. എൻ ഡി എയും CPM LDFും ഇഞ്ചോടിഞ്ച് പോരാട്ടം. എൻ ഡി എ തന്നെ മുന്നിൽ തന്നെ നിൽക്കുന്നു. എറണാകുളത്തേക്ക് വരുമ്പോൾ എറണാകുളത്ത് UDFിൻ്റെ തിരിച്ചുവരവ് സംഭവിക്കുന്നു. അതേസമയം തൃശ്ശൂരിലും കോർപ്പറേഷനിൽ സംഭവിക്കുന്ന UDFിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ്. മലപ്പുറത്ത് UDF അവരുടെ ആധിപത്യത്തിൽ കടുത്ത വെല്ലുവിളി നേരിടുന്നില്ല എന്നാണ് ചിത്രം. മറ്റു ജില്ലകൾ അപ്ഡേറ്റ് ആവാനുണ്ട്. എന്തായാലും 2 ജില്ലകളിൽ വ്യക്തമായ ആധിപത്യം. അത് കൊല്ലത്തും കോഴിക്കോടും ഇടതുമുന്നണി നിലനിർത്തുന്നു. പാലക്കാടെയും ചിത്രം അങ്ങനെ തന്നെയെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ പാലക്കാട് നഗരസഭയിൽ NDA തന്നെ അവിടെ ഭരണമാറ്റത്തിന്റെ സൂചനകളില്ല എന്നതാണ് സാഹചര്യം. ഇതാണ് ഏറ്റവും പുതിയ വിവരം. കൽപ്പറ്റ നഗരസഭയിൽ BJP അക്കൗണ്ട് തുറന്നു എന്നുള്ളതാണ് അല്ലെ. കോഴിക്കോട് LDFിന്റെ മുന്നേറ്റം എന്നുള്ളതാണ്. ചെങ്ങന്നൂരിൽ NDA, ചെങ്ങന്നൂർ നഗരസഭയിൽ NDAയുടെ മുന്നേറ്റം. കണ്ണൂരിൽ LDF UDF പൊരിഞ്ഞ പോരാട്ടം കണ്ണൂർ കോർപ്പറേഷനിലേക്ക്. അതേസമയം കോർപ്പറേഷനുകളിൽ മുന്നിട്ട് നിൽക്കുന്നത് LDF ആണെങ്കിൽ പോലും തിരുവനന്തപുരത്ത് ഇപ്പോൾ 16 സീറ്റുകളിൽ BJPയുടെ ലീഡാണ്. LDF 12 സീറ്റുകളായി. കൊല്ലത്ത് 29 സീറ്റുകളിൽ LDF UDFിന് 9. കൊച്ചിയിൽ ഇപ്പോൾ LDF ലീഡ് നേടി. കൊച്ചിയിൽ വലിയ മാറ്റം. LDFിന്റെ ലീഡ് കൊച്ചി കോർപ്പറേഷനിൽ. തൃശൂർ കോർപ്പറേഷനിൽ UDFിന്റെ ലീഡ് ഇപ്പോഴും തുടരുന്നു. 17 ഉയർന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇപ്പോഴും NDAയുടെ ലീഡ് വരുന്നു. കേരളത്തിന്റെ പൊതുചിത്രം നോക്കുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ ഏകദേശം തുല്യമായി വന്നിരിക്കുകയാണ്. 38-34 എന്നുള്ളതാണ് അല്ലെ. അതാണ് ചിത്രമുണ്ടായിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തിന്റെ പൊതുചിത്രം വ്യക്തമാവണം. അല്പം കൂടി 2 ജില്ലകളിൽ ഇടത് ആധിപത്യമുണ്ട്. പക്ഷേ മറ്റ് UDFിന്റെ ശക്തി മേഖലകളിലേക്ക് അവരുടെ തിരിച്ചുവരവിന്റെ സൂചനയുണ്ട്. തുടക്കത്തിൽ നമ്മൾ പരാമർശിച്ചതാണ് മധ്യകേരളം നിർണായകമാണ് എന്നത്. ആ മധ്യകേരളത്തിലെ ജില്ലകളിൽ അത്തരം ചില സൂചനകൾ ഉണ്ടോ എന്നതാണ് പ്രകടമാവുന്ന കാര്യം. ജില്ലാ പഞ്ചായത്തിൽ UDFിന്റെ തിരിച്ചുവരവ് കോട്ടയത്ത് പ്രകടമാണ്. ഒപ്പം കൊച്ചിയിലും ഒപ്പം കോഴിക്കോടും പത്തനംതിട്ടയിലും ഇടുക്കിയിലും സമാനമായ നീക്കം എന്നതാണ് നിലവിലെ സൂചനകൾ നൽകുന്നത്. ജില്ലാ പഞ്ചായത്തുകളുടെ ചിത്രം അപ്ഡേറ്റ് ആവാൻ ഇനിയും നമുക്ക് കാത്തിരിക്കണം. പക്ഷേ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ വേഗത്തിൽ അപ്ഡേറ്റ് ആവുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. തിരുവനന്തപുരത്തെ ചിത്രം NDA തന്നെ ലീഡ്. 16 NDA, 12 ഇടതുമുന്നണി എന്നാണ് ചിത്രം. കൊല്ലത്ത് 29-8 അതാണ് LDFും UDFും. കൊച്ചിയിൽ 21-14 ഇടതുമുന്നണി ലീഡ് തിരികെ പിടിച്ചു കൊച്ചിയിൽ എന്നതാണ് ചിത്രം. തൃശ്ശൂരിൽ 13-17 അവിടെ UDFിനാണ് ലീഡ്. കോഴിക്കോട് 19-7 അത് ഇടതുമുന്നണിയാണ് ലീഡ്. കണ്ണൂരിൽ പത്തനംതിട്ടയിൽ പൊതുചിത്രം നോക്കുകയാണെങ്കിൽ UDFിന്റെ മുന്നേറ്റമാണ്. അത് ജില്ലാ പഞ്ചായത്തിൽ മാത്രമല്ല ഗ്രാമപഞ്ചായത്തുകളിലും UDFിന്റെ മുന്നേറ്റം എന്നുള്ളത് മാറുന്ന ഒരു രാഷ്ട്രീയ ചിത്രം കൂടിയായി മാറുകയാണ്. പത്തനംതിട്ടയിൽ ഗ്രാമപഞ്ചായത്തുകളിൽ UDFിന്റെ മുന്നേറ്റം. ബ്ലോക്ക് പഞ്ചായത്തുകളിലും പൊതുവെ LDF മുന്നേറുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിലും UDFിന്റെ മുന്നേറ്റം. നഗരസഭകളിൽ ഒപ്പത്തിനൊപ്പം എന്നുള്ളതാണ് പത്തനംതിട്ട. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ വീഴ്ച ഏറ്റുവാങ്ങിയ ഒരു സ്ഥലമാണ് പത്തനംതിട്ട ജില്ല. അവിടെയാണ് പത്തനംതിട്ടയിൽ ഒരു തിരിച്ചുവരവ് UDFിന് സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. തൃശ്ശൂരിൽ കോർപ്പറേഷൻ സീറ്റ് ആകെ 56 സീറ്റുകളിൽ UDF 8 സീറ്റ്, NDA 2, LDF 3. ഇത് വിജയിച്ച സീറ്റുകളാണ്. അതേസമയം ലീഡ് ചെയ്യുന്ന സീറ്റുകളുടെ കാര്യത്തിൽ വ്യത്യാസം ഇക്കാര്യത്തിലുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ LDFിന്റെ നേരിയ ഒരു മുന്നേറ്റം കാണുന്നു. തൃശ്ശൂരിൽ മുനിസിപ്പാലിറ്റികളിൽ ആകെ 7 2 UDF ലീഡ് ചെയ്യുന്നു, 1 LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും തൃശ്ശൂർ കോർപ്പറേഷൻ പ്രധാനമാണ്. അവിടെ ഇപ്പോൾ ലീഡ് UDFിന് തന്നെയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയാം. 3 പേരും ഇല്ലേ. തൃശ്ശൂരിൽ BJPയും UDFും LDFും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തന്നെയാണ്. കൽപ്പറ്റയിൽ NDA ഒരു സീറ്റ് പിടിച്ചു. അത് MV ശ്രേംസ് കുമാറിന്റെ അദ്ദേഹത്തിന്റെ സീറ്റാണ്. അദ്ദേഹത്തിന്റെ ലീഡിരിക്കുന്ന സീറ്റാണ് ഇപ്പോൾ NDA പിടിച്ചതെന്ന് വിവരം കൂടി വരുന്നുണ്ട്. പുളിയാർമല സീറ്റ് ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. അതാണിപ്പോൾ വയനാട് ജില്ലയിൽ കൽപ്പറ്റ നഗരസഭയിൽ BJP പിടിച്ചത് എന്ന പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ വലിയ ചർച്ചകൾക്കൊക്കെ ഇടവയ്ക്കാൻ സാധ്യതയുള്ളതാണത്. മാവേലിക്കര മുനിസിപ്പാലിറ്റിയിൽ UDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്ത വിവരം. മലപ്പുറം ജില്ലയിൽ 19 പഞ്ചായത്തുകളിൽ UDFിന്റെ ലീഡ് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു സംശയമില്ല. കോഴിക്കോട് കോർപ്പറേഷൻ LDF നിലനിർത്താൻ പോവുകയാണ്. വലിയ മുന്നേറ്റം കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണയും UDFിനുണ്ട്. തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് BJPയാണ്. 16 കൂടി അല്ലെ. 16-12 LDF, UDF 4 എന്നുള്ളതാണ്. UDF എന്തായാലും ചിത്രത്തിൽ
ഉണ്ടാവുകയില്ല. പക്ഷേ അവസാനം കേവല ഭൂരിപക്ഷത്തിലേക്ക് 51 ആർക്കെങ്കിലും വരാൻ പറ്റുമോ തിരുവനന്തപുരത്ത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും 16 ഇപ്പോഴും ലീഡ്, 16 ജയിച്ചു അല്ലെ, 16 BJP ജയിച്ചു, 12 LDFും ജയിച്ചു. അങ്ങനെ തിരുവനന്തപുരത്ത് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുവാനുള്ള യാത്രയിലാണ് എന്ന് തന്നെ പറയാം. കണ്ണൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കണ്ണൂർ കോർപ്പറേഷനിലേക്കുള്ളത്. അതിപ്പോഴും LDFും UDFും തമ്മിലാണ്. യെസ്, അതാണ് ചിത്രം. സംസ്ഥാനത്തിന്റെ പൊതുചിത്രം കൃത്യമായി മേധാവിത്വം ഒരു കക്ഷിക്കും നൽകാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ചില ജില്ലകളിൽ ഇടതുമുന്നണിയെങ്കിൽ മറ്റിടങ്ങളിൽ UDF എന്ന ചിത്രമുണ്ട്. അപ്രതീക്ഷിതമായ മുന്നേറ്റം NDA നടത്തുന്ന ഇടങ്ങളുമുണ്ട്. അങ്ങനെ പൊതുചിത്രം പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും കക്ഷിക്ക് അനുകൂലമായ തരംഗ സൂചനകളൊന്നും പ്രകടമല്ല ഇതുവരെ എന്നതാണ് ചിത്രം. അതാണ് മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷം അവരുടെ കൊല്ലം, കോഴിക്കോട് പോലെയുള്ള നഗരമേഖലകൾ, ശക്തി കേന്ദ്രങ്ങൾ നിലനിർത്തി തന്നെ മുന്നോട്ട് പോകുന്നു. അതേസമയം കോട്ടയത്തെയും ഒപ്പം കൊച്ചിയിലെയും തൃശ്ശൂരെയും ശക്തി കേന്ദ്രങ്ങളിൽ UDFിന്റെ തിരിച്ചുവരവിന്റെ സൂചനകളുമുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് UDF തിരിച്ചു വരുന്നു എന്ന സൂചനകൾ പങ്കുവയ്ക്കപ്പെടുന്നു. കൊച്ചിയിലും സംഭവിക്കുന്നതാണ്. ഇതാണ് സാഹചര്യം. അതേസമയം അഭിമാന പോരാട്ടമായ തിരുവനന്തപുരത്ത് NDA വലിയ ലീഡ് നിലനിർത്തി പോകുന്നു എന്നതാണ് സാഹചര്യം. ശക്തമായ പോരാട്ടം സംഭവിക്കുന്നു എന്നതാണ്. ഒപ്പം തൃശ്ശൂരെ കണക്കിൽ NDAയും വലിയ രീതിയിലുള്ള ഫിഗർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ. അങ്ങനെ NDA ഒരു വലിയ ഫാക്ടർ ആകുമോ തൃശ്ശൂരിൽ എന്ന പ്രധാനപ്പെട്ട ഘടകം കൂടി അവിടെ നിന്നും ഉയർന്നു വരുന്നു. മുനിസിപ്പാലിറ്റികളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 36 എന്നുള്ളതാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും ഏകപക്ഷീയമായിട്ട് തന്നെ LDF മുന്നേറുന്നു എന്നുള്ള കാഴ്ച കാണുന്നു. അതേസമയം മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ UDFിന്റെ ഏകപക്ഷീയമായ മുന്നേറ്റമാണ്. അതാണ് മുനിസിപ്പാലിറ്റികളുടെ കണക്കിൽ ഇത്ര വ്യത്യാസം വരുന്നത്. മലപ്പുറത്ത് 12-ൽ 11 മുനിസിപ്പാലിറ്റികളിലും UDF ആണ് മുന്നേറുന്നത്. അതേസമയം തിരുവനന്തപുരത്ത് നെടുമങ്ങാട് വലിയ മുന്നേറ്റമാണ്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ 42 വാർഡുകളിൽ 22 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 28 LDF ജയിച്ചു കഴിഞ്ഞു. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ ഏകപക്ഷീയമായ മുന്നേറ്റമാണ് LDF നേടിയത്. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ 46 വാർഡുള്ളിടത്ത് 5 LDF ലീഡ് ചെയ്യുകയാണ്. വർക്കല മുനിസിപ്പാലിറ്റിയിൽ 34-ൽ 6 LDF ലീഡ് ചെയ്യുന്നു. അങ്ങനെ 3 മുനിസിപ്പാലിറ്റികളിലും ലീഡുണ്ട്. ആറ്റിങ്ങലിലും 4-ൽ 4 ലീഡ് നേടിയിരിക്കുന്നത് LDF ആണ്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് NDA തന്നെയാണ്, BJP തന്നെയാണ്. 16 ആയിട്ട് കണക്ക് കൂടിയിരിക്കുന്നു. 16 ലീഡ് ചെയ്യുന്നു, 16 ജയിച്ചു, BJP ജയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തായാലും BJP ലീഡ് ചെയ്യുന്നു. അതേസമയം മുനിസിപ്പാലിറ്റികളിൽ തിരുവനന്തപുരം ജില്ലയിൽ ലീഡ് കൃത്യമായിട്ട് നേടിയിരിക്കുന്നത് LDF ആണ്. UDFന് ഇത്തവണയും നേട്ടമുണ്ടാക്കാൻ തിരുവനന്തപുരത്തും കൊല്ലത്തും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വർക്കലയിൽ വലിയ മുന്നേറ്റം LDF നേടുന്നു. നെടുമങ്ങാടും അങ്ങനെ തന്നെ, നെയ്യാറ്റിൻകരയിലും അങ്ങനെ തന്നെ. കൊല്ലത്ത് കോർപ്പറേഷനിൽ LDFിന്റെ മുന്നേറ്റം. അതേസമയം പുനലൂർ നഗരസഭയിലും കൊട്ടാരക്കരയിലും കരുനാഗപ്പള്ളിയിലും പരവൂരിലും 4 LDFിന്റെ മുന്നേറ്റമാണ്. അതേസമയം പത്തനംതിട്ട ജില്ലയിൽ വ്യത്യസ്തമാണ്. ജില്ലാ പഞ്ചായത്തിലും നഗരസഭകളിലും UDFിന്റെ മുന്നേറ്റം കാണുന്നു. കോട്ടയത്ത് ജില്ലാ പഞ്ചായത്തിൽ UDFിന് ഒരു നേരിയ മേൽക്കൈയുണ്ട് അല്ലേ? അതെ, നേരിയ മേൽക്കൈ ജില്ലാ പഞ്ചായത്തിൽ കോട്ടയത്തുണ്ടായിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, UDFിന്റെ പരമ്പരാഗത മേഖലകളിൽ ഒരു തിരിച്ചുവരവിന്റെ സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഏതെങ്കിലും ഒരു തരംഗ സൂചനകളോ അല്ലെങ്കിൽ അനുകൂല രാഷ്ട്രീയ നീക്കമോ എന്ന് നമുക്ക് അല്പം കൂടെ കാത്തിരുന്നാൽ ഒരു വ്യക്തത ഉണ്ടാക്കാൻ കഴിയാം. തൃശ്ശൂരിൽ പ്രകടമാണ് UDFിന്റെ മാറ്റമുണ്ട്. കൊച്ചിയിലും അത് പ്രകടമാണ്. ഒപ്പം ജില്ലാ പഞ്ചായത്തിൽ കോട്ടയത്തും അത് പ്രകടമാകുമെങ്കിൽ UDFിന് അനുകൂലമായി മധ്യ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടായി എന്ന് നമുക്ക് കരുതുക. നമുക്ക് കാത്തിരിക്കേണ്ടി വരും ആ ചിത്രം. അതേസമയം തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒഴികെ മറ്റ് 2 ഇടങ്ങളിലും, അതായത് കൊല്ലത്തും തിരുവനന്തപുരത്തും മാറ്റമില്ല, ഇടതുമുന്നണിക്കൊപ്പമാണ്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം അത് വലിയ രീതിയിലുള്ള NDAക്ക് സാധ്യത നൽകുന്ന രീതിയിലാണ് നിലവിൽ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. NDA തന്നെയാണ്, NDAയും LDFുമാണ് ചിത്രത്തിലുള്ളത്. UDF പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം അവിടെ നടത്തിയിട്ടില്ല എന്നതാണ് ചിത്രം. 16-12 NDAയും LDFും, അതാണ് ചിത്രം. കൊല്ലം കോർപ്പറേഷനിലേക്ക് പോകുമ്പോൾ 29-8 UDFും LDFും തമ്മിൽ. കൊച്ചിയിലേക്ക് 26-15-6 എന്നതാണ് ചിത്രം. കൊച്ചി കോർപ്പറേഷൻ LDF മുന്നിലെത്തിയെന്ന ചില കണക്കുണ്ട്. ഒരുപക്ഷെ പരിശോധിക്കുമ്പോൾ ഒന്നുകൂടെ കണക്കുകൾ നോക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. കോഴിക്കോട് 23-8 എന്നതാണ് കണക്ക്, LDFും UDFും തമ്മിൽ. അതേസമയം കണ്ണൂരിൽ 14-15 UDFും LDFും. UDF തന്നെയാണ് അവിടെ മുന്നിൽ നിൽക്കുന്നതെന്നാണ് കോർപ്പറേഷന്റെ ചിത്രം പൊതുവിൽ പരിശോധിക്കുമ്പോൾ വരുന്ന സാഹചര്യം. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ 412 ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുമുന്നണിയുടെ ലീഡ്. തൊട്ട് പിന്നിൽ അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം 301 UDFും ഒപ്പത്തിനൊപ്പമുണ്ട്. NDA 23 പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യുന്നുവെങ്കിൽ ഇന്ത്യയുടെ നമ്പറിൽ വലിയ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ NDA ലീഡെങ്കിൽ ആ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കണം. കാരണം അത് ശ്രദ്ധേയമായ നീക്കമായി മാറും. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിലവിൽ LDF 33, UDF 22. ഇതാണ് ചിത്രം.